എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർ ടോപ്പിക്സിലെ തന്നെ ആഗോള സൂചികകളിലെ അതായത് ഗ്ലോബൽ ഇൻഡെക്സുകളിലെ ഇന്ത്യയുടെ സ്ഥാനം, അതായത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്, ഇന്ത്യയുടെ എത്രാമത്തെ സ്ഥാനത്താണ് ആഗോള സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇനി വരുന്ന LDCക്ക് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും PSC എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു മാർക്ക് ഇത് ഷുവറായിട്ടും ഇതിൽ നിന്ന് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഇത് യൂസ് ചെയ്യുക, മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻഡെക്സ് സൂചിക നോക്കാം. UN മാനവ വികസന സൂചിക. UN മീൻസ് യുണൈറ്റഡ് നാഷൻസ് മാനവ വികസന സൂചിക 2023 റിപ്പോർട്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 സ്ഥാനം. ഈ സ്ഥാനം എന്നുള്ളത് നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇത് നമുക്ക് ഇത് പഠിക്കാൻ പ്രത്യേക ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതങ്ങ് നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതേ ഉള്ളൂ. UN മാനവ വികസന സൂചിക 2023 റിപ്പോർട്ട്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇന്ത്യയുടെ സ്ഥാനം 134. അപ്പം 134 സ്ഥാനമാണ് UN മാനവ വികസന സൂചികയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആരാണ് വന്നത്? ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. ഒന്നാം സ്ഥാനത്ത് ആരാണ് വന്നിരിക്കുന്നത്? സ്വിറ്റ്സർലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അടുത്ത നോക്കാം. ആഗോള വിശപ്പ് സൂചിക. 2023. അപ്പോൾ ആഗോള വിശപ്പ് സൂചിക 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ആഗോള വിശപ്പ് സൂചിക 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പം 111ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാണ്? ബെലാറസ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ്? ബെലാറസ് എന്ന് പറഞ്ഞ രാജ്യമാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഹെല്ലി പാസ്പോർട്ട് സൂചിക. 2024. ഈ ഹെല്ലി പാസ്പോർട്ട് സൂചിക എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാസ്പോർട്ടിന് ഒരു ഇതുണ്ട്, അതായത് ലോക നിലവാരത്തിൽ തന്നെ പാസ്പോർട്ടിൻ്റെ വിലയെക്കുറിച്ചാണ്. അത് ആ പാസ്പോർട്ട് വെച്ച് ഏത് രാജ്യത്തും സഞ്ചരിക്കാം, ഏത് രാജ്യത്തും നല്ല രീതിയിലുള്ള വെൽക്കം കിട്ടുമെന്നുള്ളതാണ്. അപ്പം ആ ഹെല്ലി പാസ്പോർട്ട് സൂചിക 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 82ാമത്തെ സ്ഥാനമാണ്. 82ാമത്തെ സ്ഥാനം. അപ്പോൾ 2024 ഹെല്ലി പാസ്പോർട്ട് സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 82ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 82 ആണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനത്ത് ഒന്നിലേറെ രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജർമ്മനി വരുന്നുണ്ട്, ഇറ്റലി വരുന്നുണ്ട്, സിംഗപ്പൂർ വരുന്നുണ്ട്, ജപ്പാൻ വരുന്നുണ്ട്, സ്പെയിൻ വരുന്നുണ്ട്. ഈ ഒന്നാം സ്ഥാനത്ത് വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം അതങ്ങ് പഠിച്ചു പോകുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തലയിൽ കയറും. അപ്പോൾ ഒന്നുകൂടെ പറയാം. UN മാനവ വികസന സൂചിക 2023 റിപ്പോർട്ട്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. അതുപോലെ തന്നെ ആഗോള വിശപ്പ് സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം 111ാമത് സ്ഥാനമാണ് ഇന്ത്യക്ക്. 111ാമത്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ബെലാറസ്. അതുപോലെ തന്നെ ഹെല്ലി പാസ്പോർട്ട് സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 82ാമതാണ്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സിംഗപ്പൂർ, അതുപോലെ തന്നെ ജപ്പാൻ, സ്പെയിൻ. അപ്പം ഹെല്ലി പാസ്പോർട്ട് സൂചിക 2023 ഇന്ത്യക്ക് ഇതേ സ്ഥാനം തന്നെയാണ്, 82 വരുന്നത്. അപ്പോൾ 2023 ചോദിച്ചാലും 2024 ചോദിച്ചാലും ഹെല്ലി പാസ്പോർട്ട് സൂചിക ഇന്ത്യയുടെ സ്ഥാനം 82 വരുന്നത്. അപ്പോൾ അടുത്ത സൂചിക നോക്കാം. ലോക സന്തോഷ സൂചിക 2024. അപ്പോൾ ലോക സന്തോഷ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ലോക സന്തോഷ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 126 വരുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ്. അപ്പോൾ ഫിൻലൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളതെന്ന് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ലോക സന്തോഷ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ അടുത്തത് ആഗോള സമാധാന സൂചിക 2023 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ആഗോള സമാധാന സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം 126ാമത്തെ സ്ഥാനമാണ്. 126ാമത്തെ സ്ഥാനം. അതിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്ന രാജ്യം ഐസ്ലാൻഡാണ് ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആഗോള സമാധാന സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം 126ാമത്തെ സ്ഥാനമാണ്. അതുപോലെ ഒന്നാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ഐസ്ലാൻഡ്.
ക്ലിയർ ആയേ? അതുപോലെ തന്നെ അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യം, അതായത് പത്രപ്രവർത്തന സ്വാതന്ത്ര്യമാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യം 2023 ഇന്ത്യയുടെ സ്ഥാനം 161. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. അപ്പം ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യമാണ് നോർവേ. അപ്പം പഠിച്ചു വെച്ചോളൂ, ആഗോള മാധ്യമ സ്വാതന്ത്ര്യം 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 161 ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം നോർവേ ആണ്. അതുപോലെ തന്നെ അടുത്തത് കാലാവസ്ഥാ വ്യതിയാന സൂചിക, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സ്. കാലാവസ്ഥാ വ്യതിയാന സൂചിക അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം. അപ്പം ഇത്ര സൂചികകൾ നമുക്ക് ഒന്നുള്ളൊന്ന് പറഞ്ഞു നോക്കാം, അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലോക സന്തോഷ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. അതുപോലെ തന്നെ ആഗോള സമാധാന സൂചിക 2023 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഐസ്ലൻഡാണ്. അപ്പോൾ ലോക സന്തോഷ സൂചിക 2024 ആഗോള സമാധാന സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനങ്ങൾ എത്രയാണ്? 126 കൊടുത്ത് വെച്ചു. അപ്പം അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യം 2023 ഇന്ത്യയുടെ സ്ഥാനം 161. 161ാം സ്ഥാനമാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യം 2023 റിപ്പോർട്ടിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം നോർവേ. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാന സൂചിക ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനവും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഡെൻമാർക്കുമാണ്. ക്ലിയർ ആയേ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ലിംഗസമത്വ സൂചിക അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഇത് ചോദിച്ചിട്ടുള്ളത്, ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ലിംഗസമത്വ സൂചിക 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 127ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ എന്താണ് ലിംഗസമത്വ സൂചിക 2023, അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 127ആണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഏതാണ്? ഐസ്ലൻഡാണ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഐസ്ലൻഡാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2023 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 87ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രകടന സൂചിക 2023 എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് അഥവാ പരിസ്ഥിതി പ്രകടന സൂചിക 2023 ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 180. ഏറ്റവും പിന്നിലാണ് നമ്മുടെ ഇന്ത്യ വന്നിരിക്കുന്നത്. പരിസ്ഥിതി പ്രകടന സൂചിക 2023 ഏറ്റവും പുറകിലാണ് നമ്മുടെ ഇന്ത്യ വന്നിരിക്കുന്നത്. ആ പുറകിലുള്ള ഇൻഡെക്സിൻ്റെ ഇതാണ് 180 വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 180. ഏറ്റവും പിന്നിലാണ് ഈ ഇൻഡെക്സ് പ്രകാരം നമ്മൾ. അപ്പം നമ്മൾ ഏറ്റവും പിന്നിൽ നമ്മളാണ്. അപ്പോൾ പിന്നിൽ നമ്മുടെ സ്ഥാനം 180. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 112. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 112 വരുന്നത്. ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം. അടുത്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 42 വരുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് LPI 2023 ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ് വരുന്നത്. അതുപോലെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം, ഇപ്പം പഠിച്ചത് ഒന്നുകൂടെ നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ച് പറയാം. ലിംഗസമത്വ സൂചിക 2023 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ഒന്നാമത് വന്നിരിക്കുന്ന രാജ്യം ഐസ്ലൻഡാണ്. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 87 ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി പ്രകടന സൂചിക 2023 എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 180 വന്നത്. അപ്പോൾ 150ാമത്തെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും പിന്നിലാണ് നമ്മുടെ ഇന്ത്യ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ഉള്ള രാജ്യം ഡെൻമാർക്കാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 112ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം ഫിൻലൻഡാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 പ്രകാരം 42ാം സ്ഥാനമാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് LPI 2023
ഇന്ത്യയുടെ സ്ഥാനം 38ാമത്തെ സ്ഥാനമാണ്. അതുപോലെ തന്നെ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ആഗോള സൂചികയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഇതിൽ നിന്നൊരു മാർക്ക് ചോദിക്കാൻ വളരെയധികം ഷുവറാണ്. പലരും വിട്ടുകളയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം അറിഞ്ഞിരുന്നതിനാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ 1 മാർക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ 1 മാർക്ക് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇത് മാക്സിമം ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പം ഇതിനകത്തുനിന്ന് ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ UN മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നൊക്കെ നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി പാസ്പോർട്ടൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പാസ്പോർട്ട് സൂചികയുടെ കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആഗോള വിശപ്പ് സൂചിക, സന്തോഷ സൂചിക, സമാധാന സൂചിക, മാധ്യമ സ്വാതന്ത്ര്യം, ലിംഗസമത്വം, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ്, ഇതെല്ലാം സ്ഥിരം PSC ചോദിക്കുന്നതാണ്. പലരും വിട്ടുകളയുന്നൊരു ടോപ്പിക്കാണ്. അതായത് ഈ വിട്ടുകളയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനങ്ങളുടെ എണ്ണം 127 ആണോ 87 ആണോ ഈ കണക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നതുകൊണ്ട് പലരും മറന്നുപോകും. അത് മനുഷ്യനാണ്, എല്ലാവരും മറന്നു പോകുന്നു. എന്നിരുന്നാലും പലരും ഇത് വിട്ടുകളയുന്നൊരു ടോപ്പിക്കാണ്. മാക്സിമം നിങ്ങളിത് ഈ ടോപ്പിക്ക് ഇവിടെ നിന്ന് കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാംസിന് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മാക്സിമം പഠിച്ചു വെക്കുക. അപ്പം ഈ ഒരു ആഗോള സൂചികയുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ കൂടെ ചെയ്യുക. വീഡിയോ മറ്റുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണുമായിട്ട് അമർത്തി വെക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട LDCയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സും നമ്മൾ കവർ ചെയ്തിട്ട് എക്സാമിന് മുമ്പ് നിങ്ങൾ വിടത്തുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ഉടനെ തന്നെ പുതിയ ക്ലാസ്സുകൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട മുൻപത്തെ ക്ലാസ്സുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും